Dear students, welcome to Learner's World. In this video, I'm going to talk about an essay, 15 Years by R.K. Narayan, FIUGP, AC English, Advanced English Language Skill for Commerce and Management, second semester, Calcutta University. R.K. Narayan was an Indian writer and novelist known for his work set in the fictional South Indian town of Malgudi. He was a leading author of early Indian literature in English, along with Mulkraj Anand and Rajarao. ആർ കെ നാരായണൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ റൈറ്ററാണ്, നോവലിസ്റ്റാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു ഫിക്ഷണൽ ടൗണായിട്ടുള്ള മാൽഗുഡിയാണ് അദ്ദേഹത്തിൻ്റെ നോവൽസിലൊക്കെ റൈറ്റിങ്സിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു ഫിക്ഷണൽ ടൗൺ എന്ന് പറയുന്നത്. ഹി വാസ് എ ലീഡിങ് ഓഥർ ഓഫ് ഏർലി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് അലോങ് വിത്ത് മുൽക്രാജ് ആനന്ദ് ആൻഡ് രാജറാവ് മുൽക്രാജ് ആനന്ദ് ഇവരുടെയൊക്കെ കൂടെ ഒരു ഏർലി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ഓഥറായിരുന്നു ആർ കെ നാരായണൻ. Then summary of 15 years. It is a humorous essay. R.K. Narayan points out humorously how it is not possible to banish English from India. ഇതൊരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു എസ്സേ ആണ്. അദ്ദേഹം വളരെയധികം ഹ്യൂമറസ്ലി അദ്ദേഹം ഇന്ത്യയിൽ ഇംഗ്ലീഷ് ബാൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ റീസണൊക്കെ പറയുന്നുണ്ട്. He presents his arguments in the form of a dialogue between two characters. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ വാദം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഡയലോഗിലൂടെയാണ്. അതായത് ടു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഡയലോഗ്സിലൂടെയാണ് അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷിനെ ബാനിഷ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. വൺ ഈസ് English language and other is a judge who opposed English language and he wants to banish English from India. അപ്പോൾ ഇതിൽ ടു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഡയലോഗ്സിലൂടെയാണ് അദ്ദേഹം ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, മറ്റേതെന്ന് പറയുന്നത് ഒരു ജഡ്ജാണ്. ജഡ്ജ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബാനിഷ് ചെയ്യണം ബഹിഷ്കരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇൻ ദ എസ്സേ ദ ഓഥർ പോയിൻറ്റ്സ് ഔട്ട് മെനി പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ റീസൺസ് വൈ ഇംഗ്ലീഷ് ക്യാനോട്ട് ബി ബാനിഷ്ഡ് ഫ്രം ഇന്ത്യ. അപ്പോൾ ഈ ഒരു എസ്സേയിൽ ഓഥർ ആർ കെ നാരായൺ പോയിൻറ്റ്സ് ഔട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ റീസൺസ്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ പോയിൻറ്റ്സ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബാനിഷ് ചെയ്യാൻ കഴിയില്ല, ബഹിഷ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതിന് ഒരുപാട് റീസൺസ്, ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ റീസൺസ് അദ്ദേഹം പോയിൻറ്റ്സ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓൺ ദ അതർ ഹാൻഡ് ഹി പ്രൂവ്സ് ദാറ്റ് ഇംഗ്ലീഷ് ഈസ് നോട്ട് എ ഫോറിൻ ലാംഗ്വേജ് ബട്ട് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ ബിക്കോസ് ദിസ് ലാംഗ്വേജ് ഹാസ് ബീൻ സ്പോക്കൺ by Indians for the last 300 years. അദ്ദേഹം പറയുന്നുണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് ആണെന്ന് പ്രൂവ് ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല. പക്ഷേ ഇന്ത്യയുടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ലാംഗ്വേജ് ഒരുപാട് ആളുകൾ, ഒരുപാട് ഇന്ത്യൻസ് ലാസ്റ്റ് 300 ഇയേഴ്സിൽ ഒരുപാട് ഇന്ത്യൻസ് സ്പീക്ക് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ സ്പീക്സ് ബോത്ത് ദ സ്റ്റാറ്റസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അദ്ദേഹം പിന്നീട് പറയുന്നത് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്റ്റാറ്റസാണ്. അതായത് ഇൻഡിപെൻഡൻസിൻ്റെ മുന്നേയും ശേഷവും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്ന് അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. ബിഫോർ ഇൻഡിപെൻഡൻസ് പീപ്പിൾ ഇൻ ഇന്ത്യ യൂസ് ടു സേ ആസ് എ മാറ്റർ ഓഫ് പ്രസ്റ്റീജ് ദാറ്റ് ഷീ സ്പീക്സ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് ആൻഡ് ഷീ വുഡ് ഗെറ്റ് എ ബെറ്റർ ജോബ്. അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ആളുകൾ വിശ്വസിച്ചിരുന്നത് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരു പ്രസ്റ്റീജായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്തിരുന്നത്. അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ പെർഫെക്റ്റായിട്ട് സ്പീക്ക് ചെയ്യാൻ പഠിച്ചു. അവർക്കൊരു ബെറ്റർ ജോബിന് വേണ്ടിയിട്ടായിരുന്നു അവർ അങ്ങനെ ചെയ്തിരുന്നത്. എവ്രി വൺ വാസ് പ്രൗഡ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ട്രൈ ടു ലേൺ ഇറ്റ്. അതായത് എല്ലാവരും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളരെയധികം പ്രൗഡായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ എല്ലാവരും ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. നോ ഇംഗ്ലീഷ് ലാംഗ്വേജ് വാസ് എ മാറ്റർ ഓഫ് പ്രസ്റ്റീജ് ആൻഡ് സ്റ്റാറ്റസ് സിംബൽ ഇൻ സൊസൈറ്റി. പിന്നീട് ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജിൻ്റെ കാര്യമാണ്. അതുപോലെ അതൊരു സൊസൈറ്റിയിൽ, സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കുന്ന, ഒരു സ്റ്റാറ്റസ് സിംബലൈസ് ചെയ്യുന്ന ഒന്നാണ്. ടു റൈറ്റ് എ ലെറ്റർ ഇൻ ഇംഗ്ലീഷ് വാസ് കൺസിഡേർഡ് ആസ് എ ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫോർ എ ബ്രൈഡ് അറ്റ് ദാറ്റ് ടൈം. ആ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്രൈഡിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ എഴുതാൻ കഴിയുക എന്നുള്ളതായിരുന്നു.
but after independence. Regional languages began to develop, and narrow-minded regionalism and patriotism forced people to reject English language. പക്ഷേ ഇൻഡിപെൻഡൻസിന് ശേഷം, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം റീജിയൽ ലാംഗ്വേജസ് ബിഗാൻ ചെയ്തു. അതായത് ഇപ്പോൾ ഓരോ റീജിയനും ഓരോ ലാംഗ്വേജ് ഉണ്ടാവും. നമ്മൾ മലയാളീസിന് മലയാളം നമ്മുടെ മദർ ടങ്ങാണ്. അതുപോലെ ഓരോരുത്തർക്കും തമിഴ്നാട്ടിലൊക്കെ തമിഴാണ് അവരുടെ റീജിയൽ ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു റീജിയൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയതും ഈ ഒരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള റീജിയലിസം, പാട്രിയോട്ടിസം, രാജ്യസ്നേഹവും കൂടെ ഒത്തുചേർന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ റിജക്റ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്തു എന്നാണ് പറയുന്നത്. Now it has become a prestige to cry for the abolition of English in the name of patriotism. അപ്പോൾ പാട്രിയോട്ടിസിൻ്റെ പേരിൽ, അതായത് രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ, അത് ബ്രിട്ടീഷ് റൂളേഴ്സാണ് ഇംഗ്ലീഷ് കൊണ്ടുവന്നത്, ഇംഗ്ലീഷ് അധികം യൂസ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് റൂളേഴ്സ് നമ്മുടെ ഇന്ത്യയെ ഒപ്രസ് ചെയ്യാൻ ശ്രമിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബഹിഷ്കരിക്കണം എന്നുള്ള തരത്തിലൊക്കെ വരാൻ തുടങ്ങി. R.K. Narayan says that in spite of all the narrow-minded oppositions from a section of people, English language has become an integral part of India. പിന്നീട് ഓദർ R.K. നാരായൺ പറയുന്നുണ്ട്, ഒരുപാട് ഒപ്പോസിഷൻസ് വന്നിട്ടുണ്ട്, അതായത് ഒരുപാട് എതിർപ്പുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് മാറി. ഇംഗ്ലീഷ് ഈസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ്. അങ്ങനെ സ്കൂൾസിലും കോളേജസിലൊക്കെ ഇംഗ്ലീഷ് ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് മാറി. ഇംഗ്ലീഷ് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് യൂസ്ഡ് ഇൻ ഓൾ ലോ കോഡ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ്. പിന്നീട് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറി. ലോ കോഡ്സിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസിലൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇംഗ്ലീഷ് ഈസ് പേഴ്സോണിഫൈഡ് ആസ് എ prisoner in law court. English is also personified as a woman. ഇതിൽ നമ്മുടെ ഓദർ R.K. നാരായൺ പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് പേഴ്സോണിഫിക്കേഷൻ? അട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് തിങ്സ്. അതായത് ഇനാനിമേറ്റ്, ജീവനില്ലാത്ത ഓബ്ജക്ട്സിന് ഹ്യൂമൻ ക്വാളിറ്റീസ് നൽകുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ പ്രിസണർ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിനെ ഒരു പ്രിസണറായിട്ട് പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻ എ ലോ കോഡ് ഇംഗ്ലീഷ് ഈസ് ഓൾസോ പേഴ്സോണിഫൈഡ് ആസ് എ വുമൺ ആൻഡ് ദോസ് ഹു ഒപ്പോസ് ഇംഗ്ലീഷ് ആർ പേഴ്സോണിഫൈഡ് ആസ് എ ജഡ്ജ്. അതായത് ഇംഗ്ലീഷിനെ ഒപ്പോസ് ചെയ്യുന്ന, ഇംഗ്ലീഷിനെ എതിർക്കുന്ന ആളുകളെ ഒരു ജഡ്ജായിട്ട് പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. ദ പ്രിസണർ ആസ്ക്സ് ദ ജഡ്ജ് വാട്ട് ഷി ഹാസ് ഡൺ ദാറ്റ് ദ ജഡ്ജ് ഹേറ്റ്സ് ഹെർ സോ മച്ച്. അപ്പോൾ ഈ ഒരു പ്രിസണർ ജഡ്ജിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് നിങ്ങളോട് ചെയ്തത്, നിങ്ങൾ എന്നെ എത്ര ഹെയ്റ്റ് ചെയ്യാൻ. ദ ജഡ്ജ് ഡസ് നോട്ട് ആൻസർ ബിക്കോസ് ഹി ഹാസ് നത്തിങ് ടു സേ അഗെയിൻസ്റ്റ് ലാംഗ്വേജ്. പക്ഷേ ജഡ്ജിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ ജഡ്ജിന് ഒരിക്കലും ഇംഗ്ലീഷ് ലാംഗ്വേജിന് എതിരായിട്ട് സംസാരിക്കാൻ കഴിയില്ല. കാരണം ജഡ്ജ് അടക്കം ഇംഗ്ലീഷ് ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. somehow he says that English is the language of British rulers who are the oppressors of India. ചില സമയത്ത് ഈ ഒരു ജഡ്ജ് പറയുന്നുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂളേഴ്സിൻ്റെ ലാംഗ്വേജാണ്. ബ്രിട്ടീഷ് റൂളേഴ്സാണ്, ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് നമ്മുടെ ഇന്ത്യയെ ഒപ്രസ് ചെയ്തത്, അടിച്ചമർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബാൻ ചെയ്യണം, ബഹിഷ്കരിക്കണം എന്ന് മാത്രമാണ് ജഡ്ജി പറയുന്നത്. ദ ഓദർ പ്രൂവ്സ് ദാറ്റ് ഈവൻ ടുഡേ ഇന്ത്യൻസ് ഇൻ എവറി സ്റ്റേറ്റ് കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇംഗ്ലീഷ് ബിക്കോസ് ദർ ആർ മെനി റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് മലയാളി സ്പീക്സ് ടു തമിഴൻ ഇൻ ഇംഗ്ലീഷ്. ഓദർ പിന്നീട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇന്ന് ഇന്ത്യയിൽ ഉടനീളം, അതായത് എല്ലാ സ്റ്റേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്. കാരണം എല്ലായിടത്തും റീജിയണൽ ലാംഗ്വേജസ് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജാണ് കൂടുതൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് മലയാളി എപ്പോഴും തമിഴിനോട് ഇംഗ്ലീഷിലാണ് സ്പീക്ക് ചെയ്യുന്നത്. ബംഗാളി സ്പീക്സ് ടു എ മാൻ ഫ്രം കർണാടക ഓൺലി ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ദേ ഡോണ്ട് നോ റീജിയണൽ ലാംഗ്വേജസ്. അതുപോലെ ഒരു ബംഗാളി കർണാടകയിലുള്ള ഒരാളോട് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. കാരണം അവരുടെ റീജിയണൽ ലാംഗ്വേജസ് അവർക്കറിയില്ല, ബംഗാളിക്കറിയില്ല. Even today, many years after independence, English is essential for communication between interstates. ഇന്നും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഇംഗ്ലീഷ് ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ, നമ്മുടെ ആശയവിനിമയത്തിൽ ഇംഗ്ലീഷ് ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഹാസ് ബിക്കം എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എന്താണ്, ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട്.